കാര്യത്തിലേക്ക് വരാം. ശ്രീ കെ പി നൗഷാദ് അലി, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് കോൺഗ്രസിന്റെ നേതാവ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി നിയമസഭയിൽ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതുമല്ല, അദ്ദേഹം പാടിയത് ഇതുമല്ല, ഇത് ഗണഗീതമാണ്. അതിനപ്പുറം ശാഖകളിൽ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ആ പ്രാർത്ഥനയാണ് അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചത്. RSSന്റെ ഒഫീഷ്യലായ പ്രാർത്ഥനയാണ്. അത് ഗണഗീതം എന്ന് പറയുന്നത് മാറി മാറി വരുമത്രേ. ഇതൊക്കെ ഈ സമയത്ത് അന്വേഷിക്കുന്നതാണ് കേട്ടോ. ഗണഗീതം എന്നത് മാറി മാറി വരുമത്രേ. പലതരം ഗണഗീതങ്ങളുണ്ട്. ഇത് അതിൽ ഏറ്റവും പോപ്പുലറായ ഒരു ഗണഗീതം എന്ന നിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കുവെച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു ഗണഗീതം എന്ന നിലയ്ക്കാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ RSSന്റെ പ്രാർത്ഥനയുണ്ട്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥനയുണ്ട് അത്ര. ആ പ്രാർത്ഥന നിയമസഭയിൽ ചൊല്ലിയ ഒരാളാണ് DK ശിവകുമാർ എന്ന് ജോർജ് കുര്യൻ പറഞ്ഞപ്പോൾ ഗണഗീതം എന്നാണ് പറഞ്ഞത്. പക്ഷെ RSSന്റെ പ്രാർത്ഥന നിയമസഭയിൽ ചൊല്ലിയ കോൺഗ്രസിന്റെ നേതാക്കൾ ഉള്ളപ്പോൾ VD സതീശൻ ഇവിടെ ഇത് ദേശഭക്തി ഗാനം എന്ന് കണക്കാക്കാൻ കഴിയില്ല, ഔദ്യോഗിക പരിപാടികളിൽ പറ്റില്ല എന്ന് പറയുന്നു. നിയമസഭയോളം പോരുമോ? മാധു, ഞാൻ ഇതിന് ഒരു മറുപടി പറയുന്നത്, നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് അത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചാണ്, ഞാൻ അതിന് മറുപടി പറയാം. പക്ഷേ ഇത് പൊതുവായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഗാനം ദേശഭക്തി തുളുമ്പുന്നതാണോ, അല്ലെങ്കിൽ ഇതിൽ ദേശദ്രോഹപരമായിട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇതിൽ ദേശഭക്തി തുളുമ്പിയേക്കാം, ദേശവിരുദ്ധമായിട്ടൊന്നും ഇല്ലാതെ ആണ് ഈ പാട്ട് കൃത്യമാക്കിയത് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ അതല്ല നമ്മുടെ ചർച്ചാ വിഷയവും ചോദ്യവും. നമ്മുടെ സർക്കാരും ഔദ്യോഗിക സംവിധാനങ്ങളും ഭരണഘടനയുടെ വ്യത്യസ്തങ്ങളായ ആർട്ടിക്കിളുകൾ പ്രകാരം പാലിക്കേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷതയും പക്ഷപാതിത്വ രാഹിത്യവുമുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത്. സ്കൂൾ അധികൃതരും അതിൽ കൃത്യമായിട്ട് ഭരണഘടനാപരമായിട്ട് കുറ്റക്കാരാണ്. ഞാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 27 മാത്രം നിങ്ങളോട് പറയാം. No person shall be compelled to pay taxes for enhancement or marketing of particular religion or ഐഡിയോളജി എന്നുള്ള പറയുന്നത്. പ്രത്യേക മതമോ ആദർശമോ ഒക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നികുതി കൊടുക്കേണ്ട ബാധ്യത ഒരാൾക്ക് പോലും ഇല്ല ഈ രാജ്യത്ത്. അത് ആർട്ടിക്കിൾ 27 കൃത്യമായിട്ട് പറയുന്നു. ആർട്ടിക്കിൾ 309 പ്രകാരം ഒരു പൊതുഭരണ വകുപ്പ് എത്തരത്തിലാണ് ഭരണഘടനയോട് നീതി പുലർത്തേണ്ടത്, എത്തരത്തിലാണ് നിഷ്പക്ഷത പുലർത്തേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവക്ഷകളുണ്ട്. ആർട്ടിക്കിൾ 14, 15, 16 പറയുന്നത് എങ്ങനെയാണ് വിശ്വാസപരമായ സ്വാതന്ത്ര്യം ഹനിക്കാതെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് വ്യത്യസ്തങ്ങളായ സുപ്രീം കോടതി വിധികൾ പറയുന്നത് ഇവിടെ ഏതെങ്കിലും പ്രത്യേക വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന, ഏതെങ്കിലും ആശയത്തെ പിന്താങ്ങുന്ന ഒരു തരത്തിലുള്ള സൂചകങ്ങളും പൊതുവായ ഒരു പരിപാടികളിലും പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ സ്കൂളിന്റെ പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിൽ എങ്ങനെ കുറ്റക്കാരനാവും, ശിവൻകുട്ടിക്ക് എങ്ങനെ അദ്ദേഹത്തെ നടപടികൾ കൊണ്ട് അദ്ദേഹത്തെ നേരിടാൻ കഴിയുമെന്നൊക്കെയാണ് ജയേന്ദ്ര മാഷും അദ്ദേഹമൊക്കെ ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 28 ഭരണഘടനയുടേത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരു സ്കൂള് സർക്കാർ ഫണ്ട് കൊണ്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അവരേതെങ്കിലും മതവിശ്വാസത്തെയോ ഏതെങ്കിലും ആശയത്തെയോ പ്രത്യേക ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്ന സമീപനം പൊതുപരിപാടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് വളരെ കൃത്യമായ വിവക്ഷകൾ ഭരണഘടനാപരമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഒരു പൊതുപരിപാടിയെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കുന്നതിലാണ് നമുക്ക് തർക്കം. RSS ഗണഗീതിയോ അല്ലെങ്കിൽ വേറെ ദേശഭക്തിഗാനങ്ങളോ എവിടെയെങ്കിലും പരിപാടിയിൽ RSSന്റെ ഗീതവും പ്രാർത്ഥനയും ഒക്കെ ചൊല്ലുന്നതിലെ നിലപാട് കൂടി പറയൂ. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ചോദ്യത്തിലേക്ക് ഞാൻ പറയാം. പിന്നെ ഒരാൾ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ RSSന്റെ ഗണഗീതിയെ ഉദ്ധരിക്കും. അത് ചിലപ്പോൾ വിമർശനാത്മകമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് അപഗ്രഥിച്ചുകൊണ്ടായിരിക്കാം. അതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിനെ നിലനിൽക്കാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയാൻ വേണ്ടി ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇതിനെ വിമർശനാത്മകമായിട്ടോ ഇതിനെ മറ്റേതെങ്കിലും തരത്തിലോ സമീപിച്ച അങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യൻ പറഞ്ഞ കാര്യം മാത്രം വിശ്വാസത്തിൽ എടുക്കാനാണെങ്കിൽ എനിക്കിവിടെ ശ്രീ നൗഷാദ് അലി ഒച്ച ഉയർത്തിയത് കൊണ്ട് കാര്യമില്ല.
ജോർജ് കുര്യൻ പറഞ്ഞ കാര്യം അതേപടി ആവർത്തിക്കാനാണെങ്കിൽ എനിക്ക് അദ്ദേഹം ഗണഗീതം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഗണഗീതം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഗണഗീതമല്ല, പകരം RSSന്റെ അല്ല, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഒരു കാര്യമില്ലല്ലോ. അങ്ങേക്ക് അതിൽ രാഷ്ട്രീയ മറുപടി പറയണം എന്ന് പറഞ്ഞു. അത് അങ്ങ് ഏറെക്കുറെ പറയുന്നത് വരെയും അങ്ങത് പറയുന്നത് അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ എനിക്കും ചിരിക്കാനുള്ള പല കാരണങ്ങളുണ്ടാവും. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് എന്തിനു ഒച്ച ഉയർത്തണം? നിങ്ങൾ ഒച്ച ഉയർത്തണ്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്റെ രക്തസമ്മർദ്ദമൊന്നും ഒരു അണുമാത്ര പോലും ഉയർന്നിട്ടില്ല. എന്തിനൊച്ച ഉയർത്തണം? വെറുതെ ചോദ്യത്തിലേക്ക് പോകാം. അല്ലല്ല, അതാണ് പ്രശ്നം. ഇപ്പോ ജോർജ് കുര്യൻ ഗണഗീതം എന്നാണ് പറഞ്ഞത്. ജോർജ് കുര്യൻ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്ത് അത് മാത്രം വിശ്വാസത്തിലെടുത്ത് ചോദിക്കാനാണെങ്കിൽ എനിക്ക് ഗണഗീതം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് പോയി അവിടെ ഏത് സാഹചര്യത്തിലാണ് എന്താണ് ഉദ്ധരിച്ചത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് ഗണഗീതമല്ല, RSSന്റെ പ്രാർത്ഥനയാണ് എന്ന് വ്യക്തമാകുന്നത്. അത് ഉദ്ധരിക്കപ്പെട്ടത് അങ്ങനെ വിമർശന ബുദ്ധിയാ അല്ല. നിയമസഭയിൽ ഉദ്ധരിക്കപ്പെട്ടത് അങ്ങനെ വിമർശന ബുദ്ധിയാ അല്ല. ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ അങ്ങേക്ക് അയച്ചു തരികയും ആകാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് RSSന്റെ ഗണഗീതമോ പ്രാർത്ഥനയോ ഒക്കെ അങ്ങനെ ഔദ്യോഗിക പരിപാടികളിൽ ചൊല്ലാനോ ഉദ്ധരിക്കാനോ പാടില്ല എന്ന നിലപാട് കോൺഗ്രസിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ അല്ല, ഇനി ഞാൻ പറയട്ടെ മാധു അത് മനസ്സിലാക്കിയതിലുള്ള പിഴവാണ് എന്ന് നിർഭാഗ്യവശാൽ എനിക്ക് പറയേണ്ടി വരും. കാരണം നമ്മുടെ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മുടെ എതിരാളികളുടെ ഗീതിയും മുദ്രാവാക്യവും അവരുടെ പ്രത്യേകതകളൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ പറയും എനിക്ക് നിങ്ങളുടെ ആശയവും നിങ്ങളുടെ പുസ്തകങ്ങളും നിങ്ങളുടെ നേതാക്കളുടെ ചരിത്രവും ഒക്കെ അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ഉദ്ധരിച്ചു എന്ന് വരും. നിങ്ങൾ സ്ഥിരമായിട്ട് ശാഖയിൽ പാടുന്ന ഗാനങ്ങൾ എനിക്കറിയാം, ഞാനതിതാ പാടുന്നു എന്ന് നമുക്ക് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പല പ്രസംഗങ്ങളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ആപേക്ഷികമായ ഒരു പ്രസംഗ മധ്യേ സംഭവിക്കുന്ന കാര്യമാണ്. അല്ലാതെ സ്തുതിച്ചുകൊണ്ടല്ല അദ്ദേഹം അത് പറഞ്ഞത്. ANI പുറത്തുവിട്ട വീഡിയോ ആണ്. നമസ്തേ സദാവത്സലെ മാതൃഭൂമി DK ശിവകുമാർ സിംഗ്സ് RSS ആന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി സെഷൻ പറഞ്ഞുകൊണ്ട് അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു വിമർശന ബുദ്ധിയായമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അത് ഇനി അങ്ങേക്കത് അങ്ങനെയാണ്, എന്റെ മനസ്സിലാക്കലിന്റെ പരിമിതിയാണ് എന്നൊക്കെ പറയാം. പക്ഷെ ഇത് രാജ്യം മുഴുവനും കണ്ടതാണ് എന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ.